അപ്പോൾ ഞാൻ സ്കെല്ലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആണ് റൈഡ് പോകണം. അതായത് ഇന്ന് 30-ാം തീയതി, നമ്മൾ ഫസ്റ്റ് 28-ാം തീയതി എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ 28-ാം തീയതി ആയി. പിന്നെ അത് 2-ാം തീയതി പ്ലാൻ ചെയ്തു. അപ്പോൾ 2-ാം തീയതി മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് 30-ാം തീയതിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. എന്നൊരു ഈവനിങ് 5 അല്ലെങ്കിൽ 4:30 ആ ഒരു ടൈമിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേറൊരു രസം എന്താ വെച്ചാൽ, ഫസ്റ്റ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ലഡാക്ക് റൈഡ് ഓൺലിയാണ്, അതായത് ലഡാക്ക് മാത്രം പോകാനാണ്. പിന്നെ അത് പെട്ടെന്നാണ് ഇവൻ, അതായത് നമ്മുടെ വണ്ടർ വിത്ത് സ്റ്റാലിയുണ്ട്, അവനപ്പോൾ പെട്ടെന്നത് ഓൾ ഇന്ത്യയായി, അതായത് 29 സ്റ്റേറ്റ്സ്. എനിക്ക് സംസാരിക്കണം. നമ്മൾ അങ്ങനെ വെറുതെ ലഡാക്ക് വരെ പോയിട്ട് എല്ലാവരും പോകുന്ന മാതിരി പോയാൽ അതിലൊരു അർത്ഥമുണ്ടോ? ഇല്ലല്ലേ? അങ്ങനെ പോകാൻ പാടില്ല. പോകുമ്പോൾ നമ്മൾ വെറൈറ്റി ആവണം, അടിപൊളിയാണ്, കിട്ടുവാണ്. അങ്ങനെ നമ്മൾ നേരെ 3 രാജ്യം 29 സ്റ്റേറ്റ്സും ഫുൾ കവർ ചെയ്തിട്ട് ടെൻ്റ് അടിച്ച് പുറത്തുനിന്ന് ഒരു ഭക്ഷണം പോലും വാങ്ങാതെ കഷ്ടപ്പെട്ട് റൂം ഒന്നും കൊടുക്കാതെ അനാവശ്യമായ പൈസ ഒന്നുമില്ലാതെ ടെൻ്റ് അടിച്ചാണ് കഴിച്ച് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും പോണ പോലെ ഒരു റൈഡല്ല നമ്മൾ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ലഡാക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത്. അപ്പോൾ ലഡാക്ക് ഒഴിവാക്കിയിട്ട് ഓൾ ഇന്ത്യ 29 സ്റ്റേറ്റ്സ് 1 ഡേ 1 സ്റ്റേറ്റ്സ് ഇതാക്കിയിട്ട് 29 സ്റ്റേറ്റ്സും കവർ ചെയ്യാനാക്കി. പിന്നെ അത് മാറ്റിയിട്ട് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, അതേപോലെ 3 കൺട്രീസ് ആക്കി. കണ്ടോ, 3 കൺട്രീസ് ആക്കി. അപ്പോൾ അതേപോലെ ഇന്ന് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് ഡെയിലി വ്ളോഗ് ഉണ്ടാവും. പല എക്സ്പീരിയൻസ് ഞങ്ങൾ വ്ളോഗ് ചെയ്തിടും. അവൻ്റെ ചാനൽ വണ്ടർ വിത്ത് സ്റ്റാലിയൻ, എൻ്റെ ചാനൽ സ്കെൽട്ടനേറ്റർ. സപ്പോർട്ട് ചെയ്യുക, കാണുക. അതായത് ഡെയിലി വ്ളോഗ് ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല സീനായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ പോകാൻ റിസ്ക്കാണ്, സംഭവം നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്. അതേപോലെ കുറച്ച് അഡ്വഞ്ചറുമാണ്. അപ്പോൾ എല്ലാവരും കാണാം. അതേപോലെ തന്നെ നമ്മുടെ റെഡ് ബി ഇവിടെ ഉണ്ട്. റെഡ് ബിയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് ബി. അപ്പോൾ റെഡ് ബി അന്നത്തെ കോലം നല്ല ഡിഫറൻസ് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെല്ലിന് മറ്റേ മല്ലു ട്രാവലറിൻ്റെ ഗോൾഡ് വിങ് പോലെയാണ് എനിക്ക് വണ്ടർ വിത്ത് സ്റ്റാലിയൻ്റെ റെഡ് ബി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് അത്രയ്ക്ക് വൈഡാണ്. നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു വണ്ടി ചെരിഞ്ഞാലും കൂടി ഒന്നും പറ്റില്ല വണ്ടിക്ക് എന്നല്ല, ഞങ്ങൾക്കും പറ്റില്ല. ജസ്റ്റ് അങ്ങനെ ചെരിഞ്ഞിരിക്കുകയുള്ളൂ, സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വണ്ടി അടിപൊളിയാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് ബി. ഇവനിലാണ് നമ്മൾ പോകുന്നത്. അതേപോലെ എടുത്തിരിക്കണമെന്ന് പറഞ്ഞാൽ ടെൻ്റ് എടുത്തിടണു, അതേപോലെ സ്ലീപ്പിംഗ് ബാഗ് എടുത്തിടണു, അതേപോലെ സ്റ്റവ് മുതൽ ഉപ്പ് മുളക് ചിക്കൻ വരെ എടുത്തിടണു, അങ്ങനെ ഇതാക്കിയിടും. അതേപോലെ ഒരു ടയർ എക്സ്ട്രാ എടുത്തിടണു. അതേപോലെ ഫുള്ള് അടിപൊളി ഒരു 2-3 മാസത്തേക്കുള്ള എല്ലാ സാധനവും വണ്ടിയിലുണ്ട്. അതായത് നമ്മൾ ടെൻ്റ് അടിച്ച് നമ്മൾ കുക്ക് ചെയ്ത് താമസിക്കാൻ 3 മാസത്തേക്കുള്ള എല്ലാം ഈ വണ്ടിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ വീഡിയോസ്, അതായത് ഇന്ന് ഇതുണ്ടാവും, അതായത് ഫ്ലാഗ് ഓഫ് ആണ്. അപ്പോൾ നമുക്ക് ഫ്ലാഗ് ഓഫിന് പോവാം. ഫ്ലാഗ് ഓഫിന് പോയിട്ട് ഡെയിലി വീഡിയോ ആണ് കേട്ടോ. ഡെയിലി നല്ല കിടുക്കാച്ച വീഡിയോസ് ആണ് വരുന്നത്. നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെ പറഞ്ഞാലോ കേട്ടോ, നമ്മൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടായിരിക്കും എൻ്റെ ചാനലിലും, അതേപോലെ തന്നെ സ്കെലിൻ്റെ ചാനൽ. നിങ്ങൾക്ക് 2 ചാനൽ ഏതാണോ ഇഷ്ടം, നിങ്ങൾക്ക് ഏതാണോ തോന്നുന്നത് അത് ചെയ്യുക. 2 സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ അടിപൊളിയായിട്ട് ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ റെഡ് ബി ഒക്കെ ഒന്ന് കാണുക, എന്നിട്ട് നമുക്ക് ഫ്ലാഗ് ഓഫിനൊക്കെ ഒന്ന് പോയോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് ബി. അപ്പോൾ ഇനി നേരെ നമ്മൾ ഫ്ലാഗ് ഓഫിന് പോവുകയാണ്. അപ്പോൾ ഒരു 2-3 മാസം ലൈഫ്, അതായത് അഡ്വഞ്ചർ ലൈഫാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ നേരെ പോണത് ഇപ്പോൾ നമ്മുടെ ഫ്ലാഗ് ഓഫാണ് ഇവിടെ. അതായത് നമ്മുടെ തൃശ്ശൂർ വെച്ച് നടത്താൻ വിചാരിച്ച ഫ്ലാഗ് ഓഫാണ്. അതിപ്പോൾ നമ്മുടെ ഓക്കെ തൃശ്ശൂർ വെച്ച് നടത്താമെന്ന് വിചാരിച്ച ഫ്ലാഗ് ഓഫാണ്. അതിപ്പോൾ നടത്തിയിരിക്കുന്നത്, അതായത് നമ്മുടെ മലപ്പുറം വെച്ചാണ്. അതായത് അയൺ സ്മോക്കിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ ഫ്ലാഗ് ഓഫാണ്. അപ്പോൾ അവർക്ക് വേറെ എന്തോ ഒരു ഇഷ്യൂ കാരണം, അല്ലെങ്കിൽ കുറച്ച് തിരക്ക് കാരണം നമ്മൾ അവിടുന്ന് വിട്ടു. അതുകൊണ്ട് ഇപ്പോൾ മലപ്പുറമാണ്. അപ്പോൾ മലപ്പുറത്തു നിന്നാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അപ്പം നേരെ അങ്ങോട്ട് പോകാം. ഇല്ല, ഞാൻ ഇപ്പം തീർച്ചയായിരുന്നു തലത്തൊക്കെ പോയോ? ഇത് റോഡ് വരുന്നു. കുറച്ചത് ഓ, 2 താറ് നിൽക്കണ്ടല്ലോ അവിടെ.
ഇയാളെ പേര്? ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ സ്കെല്ലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ KL10 ഓഫ് റോഡേഴ്സ്. ഇത് മെമ്പേഴ്സാണ് ഇവരൊക്കെ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ്, അതായത് ഇതേ പ്ലേസ് കോട്ടക്കുന്ന്, അതായത് മലപ്പുറം കോട്ടക്കുന്ന് വെച്ചിട്ടാണ് നമ്മുടെ ഫ്ലാഗ് ഓഫ്. അപ്പോൾ ഇനി അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഇന്നിവിടെ സ്റ്റേ, ഇന്ന് ബാംഗ്ലൂർ സ്റ്റേ. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോവാണ്. അപ്പോൾ ശരി, അപ്പോൾ നമുക്കിനി ഇന്ത്യൻ യാത്ര. ഹലോ യൂട്യൂബ്. അപ്പോൾ നമ്മൾ ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അതൊന്നും സെറ്റായിട്ട് കാണിക്കാൻ പറ്റിയില്ല. എന്നാലും ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ടെൻറ്റ് അടിച്ച് സെറ്റ് ചെയ്യണോ. അതായത് ഒരു പെട്രോൾ പമ്പിനാണ് നമ്മൾ ടെൻറ്റ് അടിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കാൻ പോകണേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ടെൻറ്റ് ഇപ്പോൾ സെറ്റാക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി കടന്നുറങ്ങണം, രാവിലെ എണീക്കണം. പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് കയറ്റണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. റെഡ് ബി ഇവിടെ ഉണ്ട്, വണ്ടർ വിത്ത് സ്റ്റാലിയൻ അതിൻ്റെ ഉള്ളിലുണ്ട്, അവൻ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഒക്കെ സെറ്റാണ്. അപ്പോൾ ഇന്നത്തെ രാത്രി ഇവിടെ കഴിയണു. പുതിയ അപ്ഡേറ്റ്സ് വരുന്നു. നാളെ മുതൽ ചാനലിൻ്റെ ലെവലേ മാറുന്നു. നമ്മൾ കേരള ബോർഡർ വിടണു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത്രയും കൊല്ലത്തെ എൻ്റെ നല്ല ഞങ്ങൾ രണ്ടാളുടെയും ലൈഫേ അല്ല, ഇനിയാണ് ആരംഭം. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റ, ഗുഡ് നൈറ്റ്.